എനിക്കറിയാത്തൊരു സ്ഥലത്തേക്കുള്ള കടന്നുകയറ്റമാണ് ഇന്നെൻ്റെ വീഡിയോ. അതായത് എനിക്ക് നന്നായി കുക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരാളൊന്നും അല്ല. അത്യാവശ്യത്തിന് മാത്രം ചെയ്യും. ഒരുപാട് ഇതൊന്നും എനിക്കിതിൽ അറിയില്ല. അപ്പോൾ ഇത് ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ എൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും ഫലമാണല്ലോ ഈ ചീര. ഇന്ന് തന്നെ വിളവെടുത്തതല്ലേ. അപ്പോൾ ഇന്ന് തന്നെ വെച്ച് കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അമ്മയോട് പറഞ്ഞാൽ നല്ല ചീത്തവിളി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ തന്നെ ചെയ്യാമെന്ന് വെച്ചത്. അന്നന്ന് വിളവെടുക്കുന്നത് അന്നന്ന് തന്നെ വെച്ച് കഴിക്കുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചീരത്തോരൻ വെക്കുന്ന സമയത്ത് കോവലിൻ്റെ ഇല, പയറിൻ്റെ ഇല, പിന്നെ നമ്മൾ മുളകിൻ്റെ ഇല ഒക്കെ ഇട്ടാണ് വെക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഈ ഇലകളെല്ലാം ഒരുമിച്ച് തോരൻ വെച്ച് കഴിഞ്ഞാൽ. അതെല്ലാം കൂടി നന്നായി അരിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങ, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട്, കുറച്ച് ചുമന്നുള്ളി, വെളുത്തുള്ളി ഇവയെല്ലാം ഇട്ട് മിക്സിയിൽ ഒരു ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. നന്നായിട്ട് അരയണ്ട. തോരൻ വെക്കുന്നത് അറിയാലോ, അതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ അരപ്പ് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ വെച്ചിരുന്ന ചീര ഉണ്ടല്ലോ, നമ്മൾ അടുപ്പിൽ ചീര മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് അടച്ചു വെച്ച് വേവിക്കേണ്ട. ചീര അടച്ചു വെച്ച് വേവിച്ചാൽ അതിൻ്റെ കളർ നഷ്ടപ്പെടും എന്ന് പണ്ടാരോ പറയുന്ന കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അടച്ചു വെച്ച് വേവിക്കാറില്ല. എപ്പോൾ ചീരത്തോരൻ വെച്ചാലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ എൻ്റെ മോൾ എന്നോട് ചോദിക്കുകയാണ്, പണ്ടൊന്നും നമ്മൾ അമ്മ ഇതൊന്നും ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാറില്ലല്ലോ, ഇപ്പോൾ എന്താ വീഡിയോ എടുക്കുന്നതെന്ന്. ഞാൻ ഒന്നും മിണ്ടിയില്ല. പിന്നെ ആ അരച്ചു വെച്ചിരുന്ന അരപ്പ് ചീര ഒന്ന് വെന്തതിന് ശേഷം നടുക്കോട്ടിട്ടിട്ട് ഒന്ന് തത്തിപ്പൊത്തി വെക്കുക. അങ്ങനെയാണ് എൻ്റെ അമ്മ പറയുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മൂടി വെക്കാതെ തന്നെ അങ്ങനെ ഒന്ന് വെക്കുക. അങ്ങനെ ഒന്ന് വെച്ച് കുറച്ച് നേരം ആ അരപ്പും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവണം കേട്ടോ. ഈ ചീരയ്ക്കൊന്നും അധികം വേവില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി നേരം നമ്മൾ ഗ്യാസിൽ വെക്കുകയോ ഒന്നും വേണ്ട. ഇത് കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. നല്ല കളറല്ലേ, ചുവപ്പ് പച്ച. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചീര ഇളക്കി കൊടുത്താൽ മാത്രം മതി. അടിപൊളിയാണ് ഈ ചീരത്തോരൻ. എല്ലാവരും